നമസ്കാരം കൂട്ടുകാരെ. 2024 പുറത്തിറങ്ങിയ ചൈനീസ് ത്രില്ലർ ചലച്ചിത്രം സ്നോ സ്റ്റോം രസകരമായ ആ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു മാഫിയ ഗ്രൂപ്പിനെ കാണിച്ചുകൊണ്ടാണ്. മാഫിയ ഗ്രൂപ്പ് എന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കുറെ അധികം സ്ഥലം അവരുടേതാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മാഫിയയുടെ മയക്കുമരുന്ന് വ്യാപാരം വിപുലീകരിക്കുവാൻ ഒരു ബിൽഡിംഗ് അടക്കം പണിയുവാനായിരുന്നു ആ ഗ്യാങ്സ്റ്റേഴ്സിന്റെ പദ്ധതി. ഈ സമയം അങ്ങോട്ടേക്ക് ഡിറ്റക്റ്റീവ് ഷാവോ വന്നെത്തുന്നുണ്ട്. കൃത്യസമയം നോക്കി ഗ്യാങ്സ്റ്റർ ബോസിനെ പിടികൂടാൻ വേണ്ടി ഷാവോ കാത്തിരുന്നു. കൃത്യസമയമായതും കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഷാവോയും പാർട്ട്ണറും ഗ്യാങ്സ്റ്റർ ബോസിനും സംഘത്തിനുമെതിരെ പാഞ്ഞു ചെന്നു. വളരെ പെട്ടെന്ന് തന്നെ ഗ്യാങ്സ്റ്റർ ബോസിനെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഒരു കോർണറിൽ ഒതുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും ഷാവോക്ക് സാധിക്കുകയാണ്. പിന്നീട് സ്റ്റേഷനിലായിരിക്കുമ്പോൾ പോലീസ് കമാൻഡർ അങ്ങോട്ടേക്ക് വന്നു. ഷാവോയോട് മാഫിയ സംഘവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലമിടപാട് കേസ് കാര്യമായി ഗൗനിക്കാൻ ആവശ്യപ്പെട്ടു. അവിടുത്തെ പ്രശ്നങ്ങൾ വേരോടടക്കം പിടിതെടുത്തു മാറ്റണമെന്നും മാഫിയ സംഘം കാരണം സിവിലിയൻസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നും കമാൻഡർ ഷാവോക്ക് പ്രത്യേകം നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇതേസമയം മറ്റൊരിടത്ത് മാഫിയ സംഘത്തിന്റെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവരുടെ സംഘത്തിലെ മുതിർന്ന ഗ്യാങ്സ്റ്റർ ബോസിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഫിയയെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ഇപ്പോൾ ഒരു ലീഡർ വേണം. മീറ്റിംഗിനെത്തിയ രണ്ടുപേരിൽ പ്രധാനപ്പെട്ട ഒരാൾ ഫാങ് എന്ന ഗ്യാങ്സ്റ്റർ ബോസ് ആയിരുന്നു. ഫാങ്ങിന് പണ്ട് തൊട്ടേ ചെയർമാൻ കസേരയിൽ ഒരു നോട്ടമുള്ളതാണ്. പക്ഷേ വാങ് എന്നു പേരുള്ള മറ്റൊരു ഗ്യാങ്സ്റ്റർ ബോസിനായിരുന്നു സിംഹാസനം വിധിക്കപ്പെട്ടത്. കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള വിവേകബുദ്ധിയുള്ളവനായി ഏവരും തിരഞ്ഞെടുത്തത് വാങ്ങിനെയായിരുന്നു. ഈ മാഫിയ ഗ്യാങ്സ്റ്റർ ബോസുകളൊക്കെയും സഹോദരങ്ങളുമായിരുന്നു. അവരുടെ മീറ്റിംഗ് നടക്കുന്ന ഇടത്തേക്ക് വൈകാതെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷാവോയും പാർട്ട്ണർ ലീയും മറ്റു കുറച്ച് പോലീസുകാരും എത്തുകയാണ്. അന്വേഷണത്തെപ്പറ്റി സഹകരിക്കണം എന്ന രീതിയിൽ ഷാവോ സംസാരിക്കാൻ തുടങ്ങി. സിവിലിയൻസിന് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്നും അവരോട് സംസാരിച്ചു. ഈ സമയം വാങ്ങാകട്ടെ പോലീസിന് മുമ്പിൽ വിധേയ വിനീതനായി നിന്നുകൊണ്ട് അന്വേഷണത്തിനു വേണ്ട എന്ത് സഹായവും ചെയ്യാം എന്നൊക്കെ പറയുകയായിരുന്നു. അവിടുണ്ടായിരുന്ന ഫാങ്ങിന് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. പോലീസുകാർക്ക് മുമ്പിൽ ഗ്യാങ്സ്റ്റർ ബോസുകളായ തങ്ങളിങ്ങനെ വിധേയ വിനയരായി നിൽക്കരുത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഫാങ്. അവിടെ വെച്ച് തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചില്ലെങ്കിലും തന്റെ ഇടത്തേക്ക് ചെന്ന ഫാങ് ഒരു ഫൈറ്റിൽ തന്റെ ദേഷ്യം മുഴുവൻ പുറത്തെടുക്കുകയാണ്. വാങ്ങിന്റെ പോലീസുമായുള്ള സൗഹൃദവും വിധേയ വിനീത സ്വഭാവവും കാരണം വാങ് തങ്ങളുടെ ലീഡറായിരിക്കാൻ അർഹനല്ല എന്നുവരെ ഫാങ് എന്ന് പറയുന്നു. ആ സമയമായിരുന്നു മാഫിയ സംഘത്തിലെ അംഗമായ ഫാങ്ങിന്റെ സഹോദരൻ ഫെങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഫാങ്ങും ഫെങ്ങും സംസാരിച്ചു. നിലവിൽ ലീഡറായിട്ടുള്ള വാങ്ങിനെ വകവരുത്തിയാൽ ആ സ്ഥാനം ഫാങ്ങിന് വന്നെത്തും എന്ന തരത്തിലായിരുന്നു അവരുടെ സംസാരം. അവർക്ക് രണ്ടുപേർക്ക് കൂടി മാഫിയ സംഘത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഫെങ് പറഞ്ഞത് ശരിയാണ് എന്ന് ഫാങ്ങിനും തോന്നുകയാണ്. അങ്ങനെ മൂത്ത സഹോദരൻ ഫാങ് ഒരു ഹിറ്റ്മാനെ കാണുവാൻ ചെന്നു. സെങ് എന്നായിരുന്നു അയാളുടെ പേര്. വാങ്ങിനെ കൊല്ലുവാൻ ഫാങ് അയാൾക്ക് വലിയൊരു തുക ഓഫർ ചെയ്യുകയാണ്. സെങ് ചൈനയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ സക്സസ്ഫുൾ ആയ അസാസിനായിരുന്നു. സെങ് ആ ഓഫർ സ്വീകരിക്കുകയാണ്. ഇതേസമയം മറുവശത്ത് വാങ് തന്റെ സംഘത്തിനൊപ്പം അന്ന് രാത്രി സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. പോലീസിന് മൊഴി കൊടുത്തൊക്കെ കഴിഞ്ഞതുകൊണ്ടും ലാൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നെയ്സായി ഊരിപ്പോന്നതുകൊണ്ടും വാങ് വലിയ സന്തോഷത്തിലായിരുന്നു. തനിക്കിനി വേറെ പ്രശ്നമൊന്നും വരാനില്ലെന്നും മാഫിയ ഓർഗനൈസേഷൻ ചെയർമാനായിരുന്ന് ഒക്കെ കൈകാര്യം ചെയ്യാമല്ലോ എന്നുള്ള സന്തോഷവുമായിരുന്നു വാങ്ങിന്റേത്. പാർട്ടിക്ക് ശേഷം സിഗരറ്റ് വലിക്കുവാൻ വാങ് പുറത്തേക്കിറങ്ങി. ഈ സമയത്തായിരുന്നു മാസ്ക് ഒക്കെ വെച്ച രീതിയിൽ സെങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. വൈകിയില്ല. സെങ് വാങ്ങിനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ശേഷം ഒഴിഞ്ഞൊരിടത്തേക്ക് പോയ സെങ് താൻ സഞ്ചരിച്ച വാഹനവും മറ്റ് സാധനങ്ങളും അടക്കം എല്ലാം തെളിവുകൾ നശിപ്പിക്കാൻ കത്തിച്ചു കളഞ്ഞു. വൈകാതെ വാങ്ങിന്റെ മരണവിവരം പോലീസിനടുത്തേക്ക് എത്തിയിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്ന് പോലീസ് കമാൻഡർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വാങ്ങിന്റെ മരണത്തിന് ഉത്തരവാദി ആരെന്ന് എത്രയും വേഗം കണ്ടെത്തണം. അതും കാര്യങ്ങളൊക്കെ വഷളാവുന്നതിന് മുമ്പ് 3 ദിവസത്തിനുള്ളിൽ സോൾവ് ചെയ്യണം എന്ന് കമാൻഡർ ഡിറ്റക്റ്റീവ് ഷോയ്ക്കും പാർട്ട്ണർ ലീക്കും ഉത്തരവ് കൊടുക്കുകയാണ്. തലം പിടിച്ചെടുത്ത് മാഫിയ സംഘവുമായി ബന്ധപ്പെട്ട കേസിന്റെ ഭാഗമാണ് വാങ്ങിന്റെ കൊലയും എന്നായിരുന്നു പോലീസ് കമാൻഡർ വിശ്വസിച്ചിരുന്നത്. അതോടെ ഷാവോയും പാർട്ട്ണറും അന്വേഷണം ആരംഭിക്കുകയാണ്. അവരാദ്യം പോയത് വാങ്ങിന്റെ ഭാര്യയായ ജുവാൻസിയെ മീറ്റ് ചെയ്യാനായിരുന്നു. ഷാവോയും ലീയും ജുവാൻസിയെ ചോദ്യം ചെയ്തു. അവിടെ വെച്ച് കുറെ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയാണ്. വാങ് ജുവാൻസിയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. ജുവാൻസിയുടെ അച്ഛന് വാങ്ങിനെടുക്കൽ ഒരുപാട് കടമുണ്ടായിരുന്നു. കടം
തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പോൾ ഫോഴ്സ്ഫുള്ളി വാങ് ജുവാൻസിയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഒക്കെ കേട്ടതും വാങ്ങിന്റെ കൊലയ്ക്കു പിന്നിൽ ജുവാൻസിക്ക് പങ്കുണ്ടോ, ജുവാൻസിയാണോ എന്ന് ഷാവോ സംശയിക്കുന്നു. കാര്യം വാങ്ങിന് ഒരുപാട് സമ്പത്തുണ്ടല്ലോ. വാങ് ഇല്ലാതായാൽ സമ്പത്ത് മുഴുവൻ ജുവാൻസിക്ക് കിട്ടും, ഒപ്പം സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്യാം. പക്ഷേ ഷാവോയുടെ ആ ആരോപണങ്ങളെ ജുവാൻസി എതിർക്കുകയാണ്. തനിക്ക് വാങ്ങിന്റെ സ്വത്തിലൊന്നും ഒരു താല്പര്യവും അന്നും ഇന്നുമില്ല എന്ന് ജുവാൻസി പറഞ്ഞു. പിന്നാലെ അന്വേഷണവുമായി ഷാവോയും ലീയും കടന്നു ചെന്നത് ഫാങ്ങിന്റെയും ഫെങ്ങിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. അധികം വൈകാതെ ഫാങ്ങിനെയും ഫെങ്ങിനെയും ഷാവോ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. മാഫിയ ബോസുകളായ അവരിരുവരും ചേർന്നാണോ വാങ്ങിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു അവന്റെ ആദ്യ ചോദ്യം. കാരണം വാങ്ങില്ലാതായാൽ ഫാങ്ങിന്റെയും ഫെങ്ങിന്റെയും കൈകളിലേക്ക് മാഫിയ ഓർഗനൈസേഷന്റെ മുഴുവൻ ബിസിനസ്സുകളും വരുമാനവും എത്തിച്ചേരും എന്ന് ഷാവോക്ക് അറിയാമായിരുന്നു. പക്ഷേ ഫെങ്ങെന്ന് അത്തരം ആരോപണങ്ങളോട് ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്നു. പക്ഷേ ഫെങ്ങിന്റെ ആ പ്രവൃത്തികൾ ഫാങ് തടയുകയാണ്. ശേഷം ചിരിയോടെ അതിന്റെ ആവശ്യമൊന്നുമില്ലാത്ത മട്ടിൽ വളരെ കൂളായി പോലീസിനോട് സംസാരിക്കുന്നു. അന്ന് ഫാങ്ങിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും തിരികെ എത്തിയ ഷാവോക്ക് ഒരു മെസ്സേജ് ലഭിക്കുകയാണ്. കൊലപാതകിയുടെ മോട്ടോർ സൈക്കിൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു അത്. പിന്നാലെ ഷാവോയും ലീയും പറയപ്പെട്ട ഇടത്തേക്ക് ചെന്നു. കത്തിക്കപ്പെട്ട നിലയിൽ മോട്ടോർ സൈക്കിൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കിട്ടാവുന്ന എവിഡൻസുകളൊക്കെ ഷാവോ കളക്ട് ചെയ്യുകയാണ്. മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ നമ്പറും അവർ മനസ്സിലാക്കിയെടുത്തു. അന്ന് രാത്രിയിൽ ഫാങ് കടന്നു വരുമ്പോൾ ഫെങ് വല്ലാതെ ടെൻഷനിലിരിക്കുകയായിരുന്നു. ഫാങ് കാര്യം തിരക്കി. പോലീസിന് ഹിറ്റ്മാനെ പറ്റിയുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും നമ്മളിലേക്ക് അതെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ആകപ്പെടും എന്നായിരുന്നു ടെൻഷനോടെ ഫെങ് പറഞ്ഞത്. അതോടെ ആ ഹിറ്റ്മാനെ തന്നെ വകവരുത്തി കളയാം എന്ന രീതിയിൽ ഫാങ്ങും ഫെങ്ങും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയാണ്. വൈകാതെ ഷാവോയ്ക്കും കൊലപാതകിയെ പറ്റിയുള്ള വിവരം അസിസ്റ്റന്റ് യുവാനിൽ നിന്ന് ലഭിക്കുന്നു. കൊലപാതകിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്നും അയാൾ ഒളിച്ചു താമസിക്കുന്ന ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുമായിരുന്നു യുവാൻ പറഞ്ഞത്. അതോടെ ഷാവോയും ലീയും യുവാനും ചേർന്ന് പ്രതി ഒളിച്ചു താമസിക്കുന്ന ഇടത്തേക്ക് വെച്ചുപിടിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഷാവോയുടെ സബോർഡിനേറ്റ്സും എത്തിച്ചേർന്നിരുന്നു. അവിടം ചുറ്റിവളയാൻ ഷാവോ സബോർഡിനേറ്റ്സിന് നിർദ്ദേശം കൊടുത്തു. കൂട്ടത്തിൽ തന്റെ ഓർഡർ ഇല്ലാതെ ആരും അറ്റാക്ക് ചെയ്യരുതെന്നും സിവിലിയൻസിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത് എന്നും പ്രത്യേകം ഷാവോ എടുത്തു പറഞ്ഞിരുന്നു. ഏറെക്കുറെ ഇതേ സമയത്തായിരുന്നു ഹിറ്റ്മാന് ഫാങ്ങിൽ നിന്നും കോൾ വരുന്നത്. പണം റെഡിയായിട്ടുണ്ടെന്നും ഒരു വേസ്റ്റ് ബിന്നിൽ പണം താൻ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും രക്ഷപ്പെട്ടു പോകുവാൻ അവിടെ ഒരു കാറും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അങ്ങോട്ടേക്ക് ചെന്ന് പണം കളക്ട് ചെയ്ത് കാറെടുത്ത് രക്ഷപ്പെട്ടു പൊക്കോളൂ എന്നായിരുന്നു ഹിറ്റ്മാനോട് ഫാങ് നിർദ്ദേശിച്ചത്. അതോടെ ഹിറ്റ്മാൻ സെങ് മുറിവിട്ടിറങ്ങി ഫാങ് കൊടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. വിവരം ഷാവോയുടെ കയ്യിൽ എത്തിയതും ലീയോടും യുവാനോടും പ്രതിക്ക് പിന്നാലെ പ്രതിയെ വാച്ച് ചെയ്തു പോകുവാൻ ഷാവോ നിർദ്ദേശിക്കുന്നു. അങ്ങനെ സെങ് പണമുള്ള വേസ്റ്റ് ബിന്നിന്റെ അടുത്തെത്തി അത് പിക്ക് ചെയ്തു. ലീയും യുവാനും അതൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാറിൽ കയറി രക്ഷപ്പെടാൻ ഹിറ്റ്മാൻ സെങ് നടന്നു നീങ്ങുമ്പോഴേക്കും പോലീസ് അയാളെ വിടാതിരിക്കുവാൻ ചാടി ആക്രമിച്ച് ബന്ദിയാക്കുകയാണ്. ഈ സമയം കുറച്ചകലെ നിന്നും കാറിൽ മറഞ്ഞിരുന്ന് ഫാങ്ങും ഫെങ്ങും നടക്കുന്നത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നു. ഹിറ്റ്മാൻ സെങ്ങിനെ വകവരുത്തുവാൻ രക്ഷപ്പെടാൻ തയ്യാറാക്കിയ സെങ്ങിന്റെ കാറിൽ ഫാങ്ങും ഫെങ്ങും കൂടി ഒരു ബോംബും സെറ്റ് ചെയ്തിരുന്നു. അയാൾ കാറിൽ കയറിയാലുടൻ അത് പൊട്ടിത്തെറിപ്പിക്കാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ പോലീസ് എത്തി സെങ്ങിനെ പിടികൂടാൻ ആരംഭിച്ചതോടെ അവരുടെ പദ്ധതികൾ കയ്യിൽ നിന്ന് പാളുകയാണ്. ഷോയും സംഘവും ഹിറ്റ്മാൻ സെങ്ങിനെ കസ്റ്റഡിയിലെടുത്തു. പണവും മറ്റു വസ്തുക്കളുമടക്കം തെളിവുകളും പിടിച്ചെടുത്തു. ഷോ പിന്നാലെ കമാൻഡറെ ഫോൺ ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവർക്ക് പിന്നിലുണ്ടായിരുന്ന കാർ ഉഗ്ര ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. ഫെങ്ങായിരുന്നു ബോംബ് ആക്ടിവേറ്റ് ചെയ്തത്. അത് കണ്ടതും ഫാങ് ഫെങ്ങിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഷാവോയ്ക്കും മറ്റ് പോലീസുകാർക്കും കാര്യമായൊന്നും പറ്റിയില്ലെങ്കിലും ഷാവോയുടെ പാർട്ട്ണർ ലീക്ക് സ്ഫോടനത്തിൽ കാര്യമായ പരിക്കേറ്റിരുന്നു. ജീവൻ പോലും നഷ്ടമായേക്കാം എന്നേ അവസ്ഥ. ഷാവോയും യുവാനും ചേർന്ന് ഉടനടി ലീയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ലീയെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം ഷാവോയുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് കാരണക്കാരായ കുറ്റവാളികളെ ഒരിക്കലും താൻ വെറുതെ വിടില്ല എന്ന ആ സമയത്തെ വേദനയിലും രോഷത്തിലും ഷാവോ തന്റെ കമാൻഡറോട് പറയുകയാണ്. അധികം വൈകാതെ പരിക്കേറ്റിരുന്ന ഹിറ്റ്മാൻ സെങ് കണ്ണു തുറന്നു. ഫാങ്ങും ഫെങ്ങും തന്നെ ചതിച്ചതടക്കം മനസ്സിലാക്കിയ അയാൾ അവരുടെ പേരുകൾ പോലീസിനോട് പറയുകയാണ്. അവരാണ് വാങ്ങിനെ കൊല്ലുവാൻ തന്നെ ഏൽപ്പിച്ചതെന്ന കാര്യം. മറുവശത്ത് ഫെങ് ചെന്ന് ജുവാൻസിയെ കാണുകയായിരുന്നു. അവിടെ വെച്ചൊരു കാര്യം വ്യക്തമാകുന്നു. ഫെങ്ങും ജുവാൻസിയും തമ്മിൽ അടുപ്പമുണ്ട്. ഫെങ്ങും ജുവാൻസിയും കൂടി വാങ്ങിന്റെ മരണം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിൽ
വരുത്തിയതാണ്. അവിടെ തുടർന്നാൽ തങ്ങളും പോലീസ് കസ്റ്റഡിയിലായേക്കും എന്ന സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഫെങ് നാടുവിട്ടു പോകുവാൻ തങ്ങളുടെ കൂടെ വരുവാൻ ജുവാൻസിയോട് ആവശ്യപ്പെടുകയാണ്. അടുത്ത ദിവസം ഫാങ്ങും സബോർഡിനേറ്റ്സും ആവശ്യമുള്ള പണവും വസ്തുക്കളും എടുത്ത് അവിടം വിട്ടുപോകാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. ഫെങ്ങും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ജുവാൻസി അപ്പോഴും വന്നിരുന്നില്ല. അതിനെപ്പറ്റി അവർ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് പോലീസുകാർ പാഞ്ഞു കയറി വരുന്നത്. ഫാങ്ങും ഫെങ്ങും അതോടെ അവിടെ നിന്ന് ഓടിമാറാൻ തുടങ്ങി. സബോർഡിനേറ്റ്സും പല വഴിക്കോടി. പോലീസ് സംഘം ഫാങ്ങിന്റെയും ഫെങ്ങിന്റെയും സബോർഡിനേറ്റ്സിനെ മുഴുവൻ പിടികൂടുകയാണ്. ഷാവുവാകട്ടെ ഫാങ്ങിന്റെയും ഫെങ്ങിന്റെയും പിന്നാലെ അവരെ പിടികൂടുവാൻ ഓടിച്ചെല്ലാൻ ആരംഭിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഫാങ്ങിന് പിന്നാലെ ഷാവോ വീണ്ടും പിന്തുടരുന്നു. ഈ സമയത്തായിരുന്നു കാറിൽ ജുവാൻസി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഫാങ്ങിനെയും ഫെങ്ങിനെയും കാറിൽ കയറ്റി ജുവാൻസി അവിടെ നിന്ന് കാർ ഓടിച്ച് രക്ഷപ്പെട്ടു പോകുവാൻ ആരംഭിച്ചു. ഷാവോ ആകട്ടെ കാറിന് പിന്നാലെ ചേസ് ചെയ്തു. വലിയ ചേസ് തന്നെ നടന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഷാവോയുടെ കാറിന്റെ ഗ്ലാസിലേക്ക് അവർ വെടിയുതിർക്കുകയും റോഡ് കാണാൻ പറ്റാത്ത നിലയിൽ ഷാവോയ്ക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്യുകയാണ്. ഒടുവിൽ ആ ഗ്ലാസ് തകർത്ത ശേഷമായിരുന്നു ഷാവോ അവരെ പിന്തുടർന്നത്. ഡിറ്റക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് ഷാവോ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ഫാങ്ങും ഫെങ്ങും ജുവാൻസിയും സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. മറ്റൊരു ഗ്യാങ്സ്റ്റർ ലീഡറായ ലാവോയുടെ അടുത്തേക്കായിരുന്നു അവർ എത്തിപ്പെട്ടത്. ലാവോ അവരുടെ സഖ്യത്തിലെ ഒരാളായിരുന്നു. ലാവോയോട് ഫാങ് കുറച്ചധികം പണം ചോദിച്ചു. ലാവോ വിസമ്മതിച്ചാൽ കൊന്നുകളയും എന്നും ഭീഷണിപ്പെടുത്തി. ലാവോയ്ക്ക് മുമ്പിൽ മറ്റു വഴിയുണ്ടായിരുന്നില്ല. ലാവോ പണമെടുത്തു. ഈ സമയം അവൻ പോലീസിനെ വിളിക്കാനും ശ്രമിച്ചു. പക്ഷേ ഫാങ് അത് അതിനു മുമ്പേ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വന്ന ഫാങ് ലാവോയെ ക്രൂരമായി മർദ്ദിക്കുകയും വെടിവെച്ച് കൊല്ലുകയുമാണ്. മറുവശത്ത് ഫാങ്ങിനെയും ഫെങ്ങിനെയും ഫോളോ ചെയ്ത് അന്വേഷിച്ചു വന്നിരുന്ന ഷാവോ അതേ ബിൽഡിംഗിലേക്ക് എത്തിച്ചേർന്നിരുന്നു. നോർത്തേൺ ടെറിട്ടറിയിലേക്ക് പണവുമായി രക്ഷപ്പെട്ടു പോവാൻ പദ്ധതിയിട്ടിരുന്ന ഫാങ്ങും ഫെങ്ങും ജുവാൻസിയും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ടത് തങ്ങളുടെ മുമ്പിലെത്തി നിൽക്കുന്ന ഷാവോയെയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ വെച്ച് വീണ്ടും ശക്തമായൊരു ഫൈറ്റ് ആരംഭിക്കുകയാണ്. പക്ഷേ ഇത്തവണ ഫൈറ്റിൽ ഫാങ്ങിനെ അടിച്ചു വീഴ്ത്തുവാൻ ഷാവോക്ക് കഴിഞ്ഞു. ഒരൊറ്റ മൂവ് കൊണ്ട് ഫാങ്ങിനെ ഇല്ലാതാക്കുവാൻ ഷാവോക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഈ സമയം ഫെങ് പാഞ്ഞെടുക്കുകയും കത്തികൊണ്ട് ഷാവോയുടെ തോളിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വീണ്ടും ശക്തമായ ഫൈറ്റ് നടന്നെങ്കിലും ഷാവോ അവനെയും അടിച്ച് താഴെ വീഴ്ത്തി. ശേഷം അവനെ വിലങ്ങണിയിപ്പിക്കാൻ ഷാവോ മുമ്പിലേക്ക് വന്നെങ്കിലും അവിടുണ്ടായിരുന്ന കരണ്ട് പായുന്ന വസ്തു ഉപയോഗിച്ച് ഷാവോയെ ഷോക്കടുപ്പിച്ച് ഫാങ് വീഴ്ത്തുകയാണ്. പിന്നാലെ ഫാങ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുവാൻ ആരംഭിച്ചു. ബോധം തെളിഞ്ഞെഴുന്നേറ്റ് വരുമ്പോഴേക്കും ഫാങ്ങും ഫെങ്ങും ജുവാൻസിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞു എന്ന് ഷാവോ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവശനിലയിൽ ഷാവോ പുറത്തേക്കിറങ്ങി വന്നു. പുറത്തേക്ക് എത്തുമ്പോൾ ഫാങ്ങിന്റെ ഒരു കയ്യാൾ അവനെ ആക്രമിക്കാൻ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ലാവോ കടന്നു വരികയാണ്. ഫാങ് ആക്രമിച്ചെങ്കിലും ലാവോ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഫാങ്ങിന്റെ ആ കയ്യാളിനെ ലാവോ തന്നെ കൈകാര്യം ചെയ്തു. ഷാവോക്ക് ഫാങ്ങിനും ഫെങ്ങിനും പിന്നാലെ പോകുവാൻ കാർ ഉണ്ടായിരുന്നില്ല. അവന്റെ പോലീസ് കാർ ടയറുകൾ പഞ്ചറായി പോയിരുന്നു. അതോടെ ലാവോ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രൈസൈക്കിൾ ഷാവോക്ക് കൊടുക്കുകയാണ്. ഷാവോ അതിൽ ഫാങ്ങും ഫെങ്ങും പോയ വഴിക്ക് പിന്തുടരാൻ ആരംഭിച്ചു. മറുവശത്ത് ഫാങ്ങും ഫെങ്ങും ജുവാൻസിയും ആകട്ടെ മഞ്ഞ് നിറഞ്ഞ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പ്രവേശിച്ചിരുന്നു. സിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫെങ്ങിനേറ്റ പരിക്കുകളിൽ ട്രീറ്റ് ചെയ്യുവാൻ വേണ്ടി അവർ അവിടുള്ള ഒരു ക്യാബിനിൽ കയറി. ക്യാബിൻ ഓണറെ ബന്ദിയാക്കിയിട്ടായിരുന്നു ഫാങ് ആ ക്യാബിനിൽ കടന്നു കയറിയത്. ഫെങ്ങിനേറ്റ പരിക്കുകൾ ജുവാൻസി ട്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മറുവശത്ത് ഫാങ് ആകട്ടെ അടുത്തുള്ള ക്ലിനിക്ക് കണ്ടെത്തി എങ്ങനെയും മരുന്ന് സംഘടിപ്പിക്കണം എന്ന ചിന്തയിലായിരുന്നു. പക്ഷേ തന്നെ വിട്ട് അവരോട് രക്ഷപ്പെട്ടു പൊക്കോളാൻ ഫെങ് പറയുകയാണ്. പക്ഷേ ഫാങ് അതിന് തയ്യാറായിരുന്നില്ല. ഫാങ് തോക്ക് കൊണ്ടുവന്ന് ഫെങ്ങിന്റെ കയ്യിൽ കൊടുത്തു. ശേഷം പറഞ്ഞു, ഞങ്ങൾ പോയി മരുന്ന് കൊണ്ടുവരാം. അതിനു മുമ്പ് എന്തെങ്കിലും വേണ്ടി വന്നാൽ ഈ തോക്ക് നീ ഉപയോഗിച്ചു. മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഫാങ് ജുവാൻസിയെയും കൂട്ടി അവിടെ നിന്ന് കാറ് മുമ്പോട്ട് ഓടിക്കുകയാണ്. പക്ഷേ കുറച്ച് പിന്നിട്ടതും ജുവാൻസിക്ക് സംശയം തോന്നാൻ തുടങ്ങി. മരുന്ന് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ക്ലിനിക്കിലേക്ക് എന്ന് പറഞ്ഞ് ജുവാൻസിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഫാങ് കാർ ഓടിച്ചു പോകുന്നത് അടുത്ത സിറ്റിയിലേക്കുള്ള ബോർഡറിന്റെ ഭാഗത്തേക്കായിരുന്നു. ജുവാൻസി അതിനെപ്പറ്റി ചോദിച്ചു. തിരികെ ചെന്നാൽ പോലീസ് തങ്ങളെ പിടികൂടുമെന്നും താനത്ര മണ്ടനൊന്നുമല്ല എന്നായിരുന്നു ഫാങ്ങിന്റെ മറുപടി. ജുവാൻസിയെ ഫാങ് മരണത്തിന് മനഃപൂർവ്വം വിട്ടുകൊടുക്കുകയായിരുന്നു. അത് കേട്ടതും ജുവാൻസിയുടെ കണ്ണുകൾ നിറഞ്ഞു. ജുവാൻസി ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന വ്യക്തിയാണ്. ഫാങ്ങിനോട് കാർ നിർത്തുവാനൊക്കെ ജുവാൻസി ആവശ്യപ്പെട്ടു. ഫാങ് പക്ഷെ അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതോടെ ജുവാൻസി ഫാങ്ങിന്റെ തോക്ക് കയ്യിലെടുത്ത് അയാൾക്ക് നേരെ തന്നെ ചൂണ്ടുകയാണ്. അവളുടെ ഭീഷണി മറുത്ത ഫാങ് ആകട്ടെ നിനക്ക് വേണമെങ്കിൽ നീ തന്നെ തിരിച്ചു വെക്കോ എന്ന് പറഞ്ഞ് അവളെ ചവിട്ടി കാറിന് വെളിയിലേക്കിട്ടു. മറുവശത്ത് ഷാവു ആകട്ടെ ട്രൈസൈക്കിൾ ഉപയോഗിച്ച് കാറിന്റെ വീൽപ്പാട് പിന്തുടർന്ന് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യ
ഘട്ടത്തിൽ ഷാവോ ഫെങ് മറഞ്ഞിരിക്കുന്ന ആ ക്യാബിനിലേക്ക് എത്തിച്ചേരുകയാണ്. നിലത്ത് രക്തപ്പാടുകൾ ഷാവോ നോക്കിക്കാണുന്നുണ്ട്. അതോടെ ഫാങ്ങും ഫെങ്ങും ഇവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യം ഷാവോ ഉറപ്പിക്കുന്നു. ഫെങ്ങിന് പരിക്കേറ്റ കാര്യം ഷാവോക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഈ സമയം ക്യാബിനകത്ത് ഷാവോ കടന്നു വന്നാൽ ഷാവോയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുവാൻ ഫെങ് തോക്കും കയ്യിൽ പിടിച്ച് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ വിദഗ്ധമായി ഫെങ്ങിന്റെ വെടിയുണ്ടകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അകത്ത് കടക്കുവാനും തോക്കുപയോഗിച്ച് ഫെങ്ങിനെ തന്നെ ബന്ദിയാക്കുവാനും പേടിപ്പിച്ച് ചോദ്യം ചെയ്യാനും ഷാവോക്ക് സാധിക്കുകയാണ്. ഷാവോ ഫാങ്ങും ജുവാൻസിയും എവിടെ എന്ന് ഫെങ്ങിനോട് തിരക്കി. ഈ സമയത്തായിരുന്നു ജുവാൻസി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ചോദ്യം ചെയ്യലിൽ ഫാങ് ബോർഡർ ഏരിയയിലേക്ക് രക്ഷപ്പെട്ടു പോയ കാര്യം ജുവാൻസി ഷാവോയോട് പറയുകയാണ്. അത് കേട്ടതും ഫെങ്ങിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഫാങ് തന്നെ അങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും ഫെങ് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഫെങ് അതിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ ജുവാൻസി ഫെങ്ങിനോട് ദേഷ്യപ്പെട്ടു. ഫാങ് ഒരു സെൽഫിഷ് ക്രിമിനൽ ആണെന്നും ഒരു സഹോദരൻ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പോലും കൊള്ളാത്തവനാണ് എന്നൊക്കെയായിരുന്നു അവൾ വ്യക്തമാക്കിയത്. ഷാവോ അവിടെ നിന്നും കമാൻഡർക്ക് കോൾ ചെയ്തു. കമാൻഡറോട് മെഡിക്കൽ അസിസ്റ്റൻസ് വേണമെന്നും ജുവാൻസിയും ഫെങ്ങും എവിടാണുള്ളത് എന്നും റിപ്പോർട്ട് ചെയ്തു. കുറ്റവാളികൾ മരണപ്പെടാൻ താൻ അനുവദിക്കില്ലെന്നും അവരെ സുരക്ഷിതരാക്കി ജയിലിലേക്ക് അയക്കണമെന്നും ഷാവോ കമാൻഡറോട് പറയുകയാണ്. കമാൻഡർ ഷാവോയോട് ഫാങ്ങിനെ പിടികൂടാൻ നിർദ്ദേശിക്കുകയും ബാക്കി കാര്യങ്ങൾ താൻ ചെയ്തോളാം എന്ന് പറയുകയും ചെയ്യുന്നു. വൈകാതെ ഷാവോ പറഞ്ഞ ഇടത്തേക്ക് മെഡിക്കൽ ടീമും വലിയൊരു പോലീസ് സന്നാഹവും എത്തിച്ചേരുകയാണ്. അവർ ആ ഏരിയ സെക്യൂർഡ് ആക്കുകയും ജുവാൻസിയെയും ഫെങ്ങിനെയും അറസ്റ്റ് ചെയ്ത് ഫെങ്ങിന് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മറുവശത്ത് ബോർഡർ ഏരിയയിലേക്ക് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിനെയും കമാൻഡർ അയച്ചിരുന്നു. പക്ഷേ ബോർഡർ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഫാങ്ങിന് ബോർഡർ എത്തുന്നതിന് മുമ്പേ ഫ്യൂവൽ തീർന്ന് കാറ് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അവിടെ നിന്നും ഫാങ് കാൽനടയായി മുമ്പോട്ട് പോവുകയായിരുന്നു. വൈകാതെ അങ്ങോട്ടേക്ക് ഷാവോയും വന്നെത്തുകയാണ്. കാർ നിർത്തിയിട്ടിരിക്കുന്ന കണ്ട് അവിടെ ഇറങ്ങിയ ഷാവോ ഫാങ്ങിന്റെ കാലടികൾ പിന്തുടരാൻ തുടങ്ങുന്നു. കുറച്ചു ദൂരം മുമ്പിലേക്ക് നടന്നിരുന്ന ഫാങ് ഒരിടത്ത് വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്യുകയായിരുന്നു. കുറച്ചധിക നേരം രക്ഷപ്പെട്ടെന്ന് കരുതി ഫാങ് അവിടെ റെസ്റ്റ് ചെയ്തത് ഷാവോക്ക് ഉപകാരമായി. ഫാങ്ങിനടുത്തേക്ക് ഷാവോ എത്തിച്ചേരുകയാണ്. നേരിട്ട് കണ്ട ഇരുവരും തമ്മിൽ അവിടെ വെച്ച് കനത്ത ഫൈറ്റ് ആരംഭിക്കുന്നു. വളരെയധികം ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു അത്. ഒടുവിൽ ഷാവോയെ അടിച്ചിട്ട് ഫാങ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വഴിയിലേക്ക് എത്തുകയാണ്. ആ വഴി വരികയായിരുന്ന ഒരു കാർ തടഞ്ഞു നിർത്തി അത് ഓടിച്ചിരുന്ന വ്യക്തിയെ കൊന്ന് ഫാങ് ആ കാറിൽ കയറുന്നു. പക്ഷേ ഫാങ് രക്ഷപ്പെട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും അവശനിലയിലാണെങ്കിലും ഷാവോ വന്നെത്തിയിരുന്നു. വീണ്ടും അവിടെ ഒരു ഫൈറ്റ് സംഭവിക്കുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് പോലീസ് സംഘവും എത്തിച്ചേരുകയാണ്. ഒരു സിവിലിയൻ റോട്ടിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതും അവർ നോക്കിക്കാണുന്നു. അടുത്തായി ഒരു വണ്ടി മരത്തിലിടിച്ച് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുമുണ്ട്. കാറിന്റെ ഡോർ തുറന്ന് അവർ കണ്ടത് ബോധരഹിതരായി കിടക്കുന്ന ഫാങ്ങിനെയും ഷാവോയെയുമായിരുന്നു. ഉടനടി പോലീസ് സംഘം അവരിരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മാസത്തിനു ശേഷം കേസ് പൂർണ്ണമായും സോൾവ് ചെയ്യപ്പെട്ടിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത ഷാവോയ്ക്ക് ഷാവോയുടെ മികച്ച പ്രകടനത്തിന്റെ പേരിൽ പ്രമോഷൻ ലഭിച്ചു. അപകടനില തരണം ചെയ്ത് ഫാങ്ങും ഫെങ്ങും തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ഏറ്റുപറയുകയും വിചാരണയിൽ അവർക്ക് ജയിൽ ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തു. കോമയിൽ കിടന്നിരുന്ന ലീ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.